യേശുവേ ആരാധന. എന്റെ നേതൃത്വ പേരിലകമെന്നായി ശേഷം ഞാൻ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു അറിയാമെന്ന പേര് സ്വീകരിച്ചു. എന്റെ ഭവനത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. മക്കളെല്ലാം മറ്റേ ആ പഴയ വിശ്വാസത്തിൽ തന്നെ തുടർന്ന് അതിനോട് ചേർന്ന് ഞാൻ പോവുകയാണ്. അങ്ങനെ പോകാനുള്ള ആ കൃപയെല്ലാം തരുന്ന ഈശോയ്ക്ക് 1000 നന്ദി സ്തുതി അർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രാർത്ഥന കാണുമ്പോൾ എന്റെ മോൾ എപ്പോഴും കുറൂപ്പ് ഞാനൊന്നും മിണ്ടത്തില്ല. ഞാൻ മാറിയിരുന്ന എന്റെ ജോലി അതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. ഈ അടുത്ത സമയത്ത് എനിക്ക് കണ്ണിന് തിമിരമായി, ഭയങ്കര അസ്വസ്ഥമായിരുന്നു. എനിക്ക് കണ്ണൊന്നും കാണാൻ വയ്യാത്ത ഒരു മേഖലയിലേക്ക് മാറി ഞാൻ. അപ്പൊ ഈശോയോട് പറഞ്ഞു, കർത്താവേ എനിക്ക് കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ എന്നെ നോക്കാൻ ആളില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നീ തന്നെ എനിക്ക് ഇതിന് സൗഖ്യം തരണമെന്ന് പറഞ്ഞ് ഞാൻ 7 പ്രാവശ്യം ആ ഭവനത്തിൽ നിന്ന് പദയാത്രയായിട്ട് ഈ സന്നിധിയിലേക്ക് നടന്നു വന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുപോലെ 7 ദിവസം ഉപവസിച്ചുകൊണ്ട് പദയാത്രയായിട്ട് വന്ന് ഞാൻ കണ്ണിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ നീ എന്താണോ ഈ കണ്ണിന്റെ കാഴ്ചയിൽ കൂടി നീ ആഗ്രഹിക്കുന്നത്, എന്നോട് നീ സംസാരിക്കണമെന്ന് വചനമെടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈശോ എനിക്ക് തന്ന വചനം പുറപാട് 15 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനും സുഖകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതിയാണെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് ഇതുപോലെ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഈ വാക്ക് കേട്ടതിന് ശേഷം ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ദിവസം തന്നെ ആ നിമിഷം ആ ക്ലോക്ക് അങ്ങ് കേടായി. എനിക്ക് 3 മണിക്ക് എഴുന്നേക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമായി പോയി. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. അപ്പം പിന്നെ എഴുന്നേറ്റ് എപ്പോഴേ രാത്രി ഉണരുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേന്ന് മോളോട് പറഞ്ഞു, മോളെ മൊബൈൽ സന്ദേശിക്കുന്ന ഇപ്പുറത്ത് വയ്ക്കണേ എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഒന്ന് സമയം നോക്കും, അങ്ങനെ ഇങ്ങനെ രാത്രി ഇറങ്ങിക്കൂടാ എന്നൊക്കെ എന്തൊക്കെ കുറെയൊക്കെ പറഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കടന്നു. പിറ്റേന്ന് 2 ദിവസം വെച്ചില്ല. 3-ാമത്തെ ദിവസം ആയപ്പോ ഞാൻ കർത്താവിനോട് ലൂക്ക 22:42 ജപമാലയിൽ കൂടെ ചെല്ലിയിട്ട്, കർത്താവേ നീ എന്താണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് പ്രാർത്ഥിക്കണം, നിന്റെ തിരുഹിതം നിറവേറ്റെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം മൊബൈൽ കൊണ്ടുവന്ന് ഇപ്പുറത്തെ സ്ഥലത്ത് ഞാൻ പറഞ്ഞെടുത്ത് മകള് വഹിച്ച് ആ 3-ാമത്തെ ദിവസം മുതൽ കറക്റ്റായിട്ട് എനിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് ഈ ബ്രദറിനോട് ചേർന്ന് ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി. അതുപോലെ 1 മാസം മുമ്പ് എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. തൊണ്ടക്കുത്തി എപ്പോഴും ചുമ. ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റി ഒരുപാട് പരിശുദ്ധാത്മാവായതിനെ എനിക്ക് വന്ന് നിറഞ്ഞു വസിക്കണമേ ഒരുപാട് അധികം സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ദിനത്തെ സംരക്ഷണ പ്രാർത്ഥന ഒരുപാട് ചെയ്യും. ഈശോയുടെ മുൻമടിയിൽ നിന്നുള്ള ദിനത്തെ 5-ഉം 10-ഉം ഒക്കെ ഒരേ സമയം ഇരുന്നു പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ ചുമയിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി വിടുതൽ നൽകി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പിന്നെ ഭവനത്തിലെ ഓരോ നിമിഷങ്ങളും അവർ നമ്മളെ കുത്തി വേദനിപ്പിക്കുന്ന ആ സാഹചര്യ അപ്പോഴെല്ലാം ദൈവത്തോട് ഞാൻ ഓടിച്ചതും വചനമെടുത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, സമാധാനമായിട്ടുള്ള ഓരോ വചനങ്ങളായിരിക്കും. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയർ 2:16 നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. ഇങ്ങനെയുള്ള സമാധാന വചനങ്ങളാ ഓരോന്ന് നിമിഷം തന്നാണ് എന്നെ ഈ ഭവനത്തിൽ കർത്താവ് നിൽക്കുവാനായിട്ട് അനുവദിക്കുന്ന അവസ്ഥകളെ ഓർത്ത് ഈശോയ്ക്ക് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. എന്റെ മകൾ എപ്പോഴും പ്രാർത്ഥനയെ എതിർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാ. ഈ അവസ്ഥയ്ക്കെല്ലാം പ്രാർത്ഥന സഹായം ഞാൻ ആവശ്യപ്പെടുകയാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.